കാട്ടാന ഭീതിയിലാണ് ഇടുക്കി സൂര്യനെല്ലി. വനവാസി യുവതിയുടെ ഈ ജീവനെടുത്ത കാട്ടാനക്കൂട്ടം സൂര്യനെല്ലി ടൗണിന് സമീപത്തെത്തിയിട്ടുണ്ട്. ആനയെ തുരത്താനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. സുബിനുണ്ട് വിവരങ്ങൾ നൽകാൻ. സുബിൻ, ഈ യുവതിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടാനക്കൂട്ടം തന്നെയാണോ ഇപ്പോൾ സൂര്യനെല്ലിയിൽ എത്തിയിരിക്കുന്നത്? എന്താണ് ആശങ്ക? വനവകുപ്പ് അധികൃതർ ഇതിനെ തുരത്താനുള്ള നടപടികളൊക്കെ ആരംഭിച്ചോ സുബിൻ? തീർച്ചയായും വനംവകുപ്പ് ആനയെ അവിടെ നിന്ന് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സൂര്യനെല്ലി ടൗണിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. സൂര്യനെല്ലി ടൗൺ പിന്നിട്ട ശേഷം ഈ സിംഗകണ്ഠത്തേക്ക് പോകുന്ന ഒരു പ്രധാന വഴിയുണ്ട്. ആ പ്രധാന വഴിയുടെ താഴ്ഭാഗത്തായിട്ടാണ് ആനയെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. 2 ആനകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാരിയെ കൊലപ്പെടുത്തിയ ആന തന്നെയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നൽകുന്ന വിവരം. എന്തായാലും ഈ ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നിലവിൽ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. 2 വശത്തു നിന്ന് പടക്കം പൊട്ടിച്ച് ആനയെ മുകൾ ഭാഗത്തേക്ക് കയറ്റിയ ശേഷം ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതിനോട് തൊട്ടു ചേർന്ന് തന്നെയാണ് സൂര്യനെല്ലി ടൗൺ ഉള്ളത്. നിരവധി വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്ന ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഈ റോഡ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡുമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ആന മുകളിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകളെല്ലാം തന്നെ ഈ മേഖലയിൽ ഉടലെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ മാരി ഇന്ന് രാവിലെ 8 മണിയോടുകൂടി എത്തിയ ആ കാട്ടാനക്കൂട്ടം അല്ലെങ്കിൽ ആ 2 കാട്ടാനകൾ ആണ് ഈ താഴ്ഭാഗത്ത്, അതായത് ഈ ആക്രമണം നടത്തിയതിന് നേരെ എതിർഭാഗത്തുള്ള ചോലയിലുള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്തായാലും നൽകുന്ന വിശദീകരണം. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിൽ വനംവകുപ്പ് മന്ത്രി അടിമാലിയിലെത്തി ഈ ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണവും എത്തിയിട്ടുണ്ട്. വളരെ വിഷമകരമായ ഒരു സംഭവമാണ് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അടിയന്തരമായി തന്നെ നടത്താനുള്ള നിർദ്ദേശം എന്തായാലും വനംവകുപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോഴും ആശങ്ക ഒഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ ആക്രമണം നടന്ന അല്ലെങ്കിൽ കാട്ടാന ആക്രമണം നടത്തിയ ഒരു ഭാഗത്തൂടെ വേണം ഈ കാട്ടാനയെ കയറ്റി ഈ ജനവാസമില്ലാത്ത മേഖലയിലേക്ക് വിടുന്നത്. അതായത് ഈ സൂര്യനെല്ലിയുടെ താഴ്ഭാഗം എന്ന് പറയുന്നത് സിംഗകണ്ഠം, അതോടൊപ്പം തന്നെ ആനയിറങ്കൽ ജലാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. ജനവാസ മേഖല കുറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് ആനയെ തുരത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് വനംവകുപ്പിനുള്ളത്. പക്ഷേ ഈ കാട്ടാനകൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നീങ്ങാൻ കൂട്ടാക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു 4-5 തവണ നിലവിൽ പടക്കം പൊട്ടിക്കുകയും ഈ കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ കാട്ടാനകൾ നിന്ന സ്ഥലത്ത് നിന്ന് മുമ്പോട്ടേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം 500 മീറ്റർ പോലും ഇല്ല ഈ കാട്ടാന നിൽക്കുന്ന ആ ഒരു സ്ഥലം എന്നുള്ളത്. നമുക്ക് നേരെ നോക്കിയാൽ ഈ കാട്ടാനകൾ നിൽക്കുന്നത് കാണാം. അവിടെ നിന്ന് കാട്ടാന ഒരു ഭാഗത്തേക്ക് നീങ്ങുകയോ അനങ്ങുകയോ ചെയ്യുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു കുട്ടിയാനയും ഒരു പിടിയാനയുമാണ് ഉള്ളത്. അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിംഗകണ്ഠം മേഖലയോട് കേന്ദ്രീകരിച്ച് ഒരു കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു. വലിയൊരു കാട്ടാനക്കൂട്ടമായിരുന്നു. ആ കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് തിരിഞ്ഞ 2 ആനകളാണ് നിലവിൽ ഈ ആക്രമണം നടത്തുകയും നിലവിൽ ഈ സൂര്യനെല്ലിക്ക് മറുവശത്തുള്ള ചോരയിൽ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ഈ കാട്ടാനകൾക്ക് താഴ്ഭാഗത്തുള്ള കാട്ടാനക്കൂട്ടത്തോടൊപ്പം പോയി ചേരേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരികെ പോകാനുള്ള ഒരു ശ്രമം കാട്ടാനകൾ നടത്തുന്നത്. പക്ഷേ ഈ മുകൾ ഭാഗത്തൊക്കെ നിലവിൽ ഒത്തിരി ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ സമീപത്തൊക്കെ ഉള്ളതുകൊണ്ടാവാം നിലവിൽ കാട്ടാന അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ അത് ഏത് തരത്തിൽ അത് മുകളിലേക്ക് എത്തുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കകളെല്ലാം തന്നെ എന്തായാലും ഈ സൂര്യനെല്ലി മേഖലയിൽ എന്തായാലും അത്തരത്തിലുള്ള ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. തീർച്ചയായും സുബിൻ, അത് തന്നെയാണ്. കാട്ടാനക്കൂട്ടം അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്, ആശങ്കയിലാണ്. ജീവനും കയ്യിൽ പിടിച്ചാണ് ഈ സിംഗകണ്ഠം നിവാസികൾ അവിടെ നിൽക്കുന്നത്. എന്തായാലും വനം വകുപ്പ് നോക്കുകുത്തി ആകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കാട്ടാനക്കൂട്ടത്തെ എങ്ങനെയാണ് ഇനി തുരത്താനുള്ള ശ്രമമൊക്കെ പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ 2 കാട്ടാനകളും, ഒരു പിടിയാനയും ഒരു കുട്ടിയാനയും അവിടെ തന്നെ നിലയുറച്ചിരിക്കുകയാണ്.